ഹലോ ബഡീസ്. 2 ദിവസമായിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല. അതേപോലെ ഇച്ചിരി തിരക്കായി പോയി. ഇന്നലെ ഈസ്റ്റർ ആയതുകൊണ്ട് കൂട്ടുകാരൊപ്പം പടത്തിന് പോയി. രാവിലെ വാഴ 2 കാണാൻ പോയി. പിന്നെ ഉച്ചക്കാണ് ഇറങ്ങിയത്. ഒരു 9 മണി വരെ ഓടി ഇന്നല. പക്ഷെ ധൃതി പിടിച്ചിട്ടുള്ള ഓട്ടങ്ങളായതുകൊണ്ട് വ്ളോഗോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നാണ് ഇച്ചിരി ഫ്രീ ആയത്. ഇപ്പൊ രാവിലെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് CNG അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആസ് യൂഷ്വൽ വൈറ്റിലെ പമ്പിൽ നിന്ന് CNG അടിച്ചു. പിന്നെ എരൂരിൽ തന്നെ ട്രിപ്പ് എടുത്തു, ഡെയിലി ഉള്ള പോലെ തന്നെ. അങ്ങനെയാണ് ഡെയിലി ഒരു റൊട്ടീൻ. ഇപ്പൊ ഒരു മാഡം വരുന്നു. മാഡത്തിനെ കൊണ്ട് എടപ്പള്ളിയിൽ വനിതാ വിനിതയുടെ അപ്പുറത്തൊരു ഓഫീസിൽ കൊണ്ടാക്കി. രാവിലെ ആയതുകൊണ്ട് ധൃതിയാണ് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എത്തിക്കുന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കണായിരുന്നു ഇങ്ങനെ. നമ്മ എന്ത് ചെയ്യാനാ, രാവിലെ തന്നെ ഒരു ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് പീസ്ഫുള്ളായിട്ട് വണ്ടി ഓടിക്കാൻ എല്ലാവരും ശ്രമിക്കോളൂ. പക്ഷെ രക്ഷയില്ല, നമ്മളെ കൊണ്ട് സ്പീഡിൽ ഓടിപ്പിച്ച ഇടങ്ങോള്. കുഴപ്പമില്ല, ഞാനാക്കി. ഇനി അടുത്ത ട്രിപ്പ് കിട്ടുമോ നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ഡ്രോപ്പ് കഴിഞ്ഞു. രാജഗിരി മറ്റേ കോളേജിലായിരുന്നു ഡ്രോപ്പ് കഴിഞ്ഞ് എഴുതാണെന്നാണ് ഇറങ്ങണേ. ഇനി അടുത്ത ട്രിപ്പ് ഇവിടുന്ന് കിട്ടുമോന്നറിയില്ല, നോക്കണം. നോർമലി ഓഫീസ് ടൈമായി തന്നെയല്ലേ, കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഓഫീസ് ടൈം ആയിക്കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ് മിക്ക സ്ഥലത്തും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കാം. പയ്യെ നീങ്ങി പോകും. നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്ന്. നമ്മ ഏകദേശം 4-5 ട്രിപ്പിൽ കൂടുതൽ എടുത്ത്. ഇപ്പോ നിലവിൽ ഇപ്പൊ കലൂരാണ്. അടുത്ത ട്രിപ്പ് എടുത്തിട്ടുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇട്ടാക്കാനാണ്. ഇപ്പൊ യൂബറിൽ തന്നെ ഇപ്പൊ കാര്യമായിട്ടുള്ള കിലോമീറ്റർ ചാർജ് കൊടുക്കാത്തതുകൊണ്ട് ചെറിയ ഓട്ടങ്ങളൊക്കെ മിക്ക നഷ്ടമാണ്. പക്ഷെ രക്ഷയില്ല, ഓട്ടോ എടുക്കാതിരുന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് അക്സെപ്റ്റൻസ് പെർസെന്റേജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും. അതിന്റെ ലെവല് കുറയണനുസരിച്ച്, പെർസെന്റേജ് കുറയണനുസരിച്ച് നമുക്ക് ഓട്ടം കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ തീരെ ഓട്ടം കിട്ടാണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മ അതൊക്കെ നോക്കിയിട്ട് വേണം ഓടാനായിട്ട്. അതേപോലെ ക്യാൻസലേഷന്റെ പെർസെന്റേജും ഉണ്ട്. അതും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടം കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇന്റർസിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം അക്സെപ്റ്റൻസ് പെർസെന്റേജ് ഒക്കെ വേണം. ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടി എടുത്തിട്ട് ഇത്ര ദിവസമായിട്ട് ഇന്റർസിറ്റി ഒന്നും അടിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയാൻ പാടില്ല. ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോ അടിക്കുമായിരിക്കണം, നോക്കാം. അപ്പൊ ഞാൻ അടുത്ത ട്രിപ്പ് എടുത്തിട്ട് വരാം. ഓക്കെ. പാലാറ്റത്തുനിന്ന് ഒരു ഓർഡർ അടിച്ചാണ്. പാലാറ്റത്തുനിന്ന് കലൂരി എന്നിട്ട് അവിടുന്ന് യൂട്ടേൺ എടുത്ത് വന്ന 1.5 കിലോമീറ്റർ ഇളമക്കര മാമംഗലത്തിന്റെ ഏകദേശം ഭാഗത്തായിട്ടാ. ഒരു പ്രായമായ പുള്ളിയാണ് ഫോണെടുത്ത്. ഞാൻ ലൊക്കേഷനിലുണ്ടെന്ന് പറഞ്ഞേ. നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞല്ലേ ഇതാരാ ബുക്ക് ചെയ്തത്, ഇതെവിടെന്നാ ബുക്ക് ചെയ്തത്, ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു പിന്നെ ഞാനിവിടം വരെ ഓടി വന്നിട്ട് ഈ നമ്പറിലാളെ വിളിച്ചത് കിട്ടിയെന്ന് പറഞ്ഞപ്പോ പുള്ളി പറയണം അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കാൻ. അങ്ങനെ കുറെ എണ്ണം ബുദ്ധിമുട്ടിക്കണ എനിക്കൊരു പരിധിയില്ല. എന്നിട്ട് പുള്ളി എന്റെ അടുത്ത് ചൂടാവണ്, നിങ്ങളാണ് എന്നെ ബുദ്ധിമുട്ടിച്ചത്, ഞാൻ കിടന്ന് ഉറങ്ങണായിരുന്നത്. ഈ ഉറങ്ങണ ആൾക്കാരൊക്കെ എന്തിനാണ് യൂബർ ബുക്ക് ചെയ്യണത്? ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ വള്ളികൾ വരും. അതാണ് രസം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കുറെ സാധനങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ. നല്ല കസ്റ്റമർ ഉണ്ട് കേട്ടോ. നല്ല കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല കസ്റ്റമർ ഉണ്ട്. ഇപ്പൊ പറഞ്ഞ സംസാരിച്ച് നമുക്ക് ഇപ്പൊ ലോങ് ഒക്കെ പോകണമെങ്കിൽ പോലും സംസാരിച്ച് ഒരു ബോറടി പോലും ഇല്ലാണ്ട് നല്ല കമ്പനിയാണ് കസ്റ്റമറും ഉണ്ട്, മിണ്ടാണ്ടിരിക്കുന്ന കസ്റ്റമറും ഉണ്ട്. നമ്മ അങ്ങനെ ആരത്തും കയറി ഇടപെട്ട് ചാടിക്കേറി മിണ്ടാറില്ല. ഇങ്ങാട് സംസാരിച്ച് അങ്ങാട് സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ കുറെ വള്ളി ഇടക്കും തലക്കായിട്ട് കിട്ടും. ഇതങ്ങനെ പറയണം. ഇനി ഇത് ക്യാൻസൽ ചെയ്യണം.
ഇനി കുറച്ച് ടൈമും കൂടെ കഴിയുമ്പോൾ ക്യാൻസലേഷൻ ഒരു ഓപ്ഷൻ വരും. അപ്പം അത് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ബാധിക്കും. അങ്ങനെ ഉച്ചക്കത്തെ കുറച്ച് ഓട്ടം കഴിഞ്ഞ് ഒരു ലോങ്ങൊക്കെ കിട്ടി. പെരുമ്പാവൂരിൽ നിന്ന് റിട്ടേൺ വൈറ്റിലൊക്കെ കിട്ടി. എന്നിട്ട് 1837 രൂപ ഓണാക്കിയിടാം. ഇവിടെ വന്ന് ഫുഡ് കഴിച്ചുള്ളൂ. ഈ കടയിലാണ് കയറിയത്. ഫുഡ് കഴിച്ച് ഇപ്പം ഇറങ്ങിയുള്ളൂ. ഏകദേശം 3 മണി ആവാറായി. നോക്കാം ഇനി എങ്ങനെയാണ്, കിട്ടുമോ ഇല്ലയോ. ഈ സമയത്തൊക്കെ കുറവായിരിക്കും. ഒരു 4 മണി 5 മണി ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഓർഡർ അത്യാവശ്യം വന്നത്. എന്തായാലും ഇപ്പോൾ ചെട്ടിച്ചിറയിലാണുള്ളത്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയി നോക്കാം. കത്രിക്കടവ് റൂട്ട് പോയി നോക്കാം.